ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്ന സാങ്കേതിക വിദ്യ ഇനി കേരളത്തിലും. കേരളത്തിലെ റെയിൽപാതകളിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം നടപ്പാക്കുന്ന സാഹചര്യത്തിലാണ് റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ചതും വൻ വിജയമെന്ന് തെളിഞ്ഞതുമായ കവച് സംവിധാനം നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ള സെക്ഷനിലാണ് കവച് നടപ്പാക്കുക. കേരളത്തിലെ ട്രെയിൻ യാത്ര ഇനി കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്നർത്ഥം. 106 കിലോമീറ്ററാണ് എറണാകുളത്ത് നിന്ന് റെയിൽ മാർഗം ഷൊർണൂരിലേക്കുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്ന പാതയും ഇതാണ്. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും സർവീസ് നടത്തുന്ന ട്രെയിനുകൾ എറണാകുളത്തെത്തിയാൽ ഷൊർണൂർ ബി ക്യാബിൻ വരെ ഈ പാതയിലാണ് മംഗലാപുരം, പാലക്കാട് ദിശകളിലേക്ക് പോവുക. അതായത് കേരളത്തിലെ എല്ലാ ദീർഘദൂര ട്രെയിനുകളും സഞ്ചരിക്കുന്ന പാതയാണിത്. അതുകൊണ്ട് തന്നെ കവച് സംവിധാനം അനിവാര്യമാണ് താനും. രാജ്യത്താകെ 68,000 കിലോമീറ്ററാണ് റെയിൽപാതയുള്ളത്. ഇതിൽ 1,465 കിലോമീറ്റർ ദൂരത്തിൽ കവച് സുരക്ഷാ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. 3,000 കിലോമീറ്ററിൽ കവച് സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ നടന്നുവരികയാണ്. 67.77 കോടി ചെലവിലാണ് കേരളത്തിൽ കവച് പദ്ധതി നടപ്പാക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി 7,228 കിലോമീറ്റർ ദൂരത്തിലും കവച് ഈ വർഷം നടപ്പാക്കും. ഇതിനായി 2,200 കോടി രൂപയുടെ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് കവച് ഈ വർഷം നടപ്പാക്കുന്നത്. 12 വർഷം മുൻപ് 2012 കവച് റെയിൽ സുരക്ഷാ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കിയത്. 2014 നരേന്ദ്രമോദി സർക്കാർ ട്രെയിൻ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റത്തിന് കവച് എന്ന് പേര് നൽകി. സിഗ്നൽ ശ്രദ്ധിക്കാതെ ലോക്കോ പൈലറ്റ് ട്രെയിൻ മുന്നോട്ടെടുക്കുമ്പോഴോ സിഗ്നൽ തകരാറ് കാരണം കൃത്യമായി സിഗ്നൽ നൽകാതിരിക്കുകയോ ചെയ്യുമ്പോഴോ ഒക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് കവച് സംവിധാനം. ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ കവച് സംവിധാനത്തിൽ നിന്ന് ലോക്കോ പൈലറ്റിന് നിർദ്ദേശം നൽകും. ഇതുവഴി ലോക്കോ പൈലറ്റിന് ഉടനടി മുൻകരുതലെടുക്കാൻ കഴിയും. ഒരേ ട്രാക്കിൽ തന്നെ എതിർദിശയിലോ പിന്നിലായോ മറ്റൊരു ട്രെയിൻ വന്നാൽ ആ മുന്നറിയിപ്പും ലോക്കോ പൈലറ്റിന് കവച് നൽകും. അപകടം മുൻകൂട്ടി കാണാൻ ട്രെയിനിലെ കവചിന് കഴിയുമെന്നും അതുവഴി ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിച്ച് ട്രെയിൻ നിർത്താനും കഴിയും. നല്ല വേഗത്തിൽ പോകുന്ന ട്രെയിൻ ആണെങ്കിലും കവച് സംവിധാനം ഓട്ടോമാറ്റിക്കായി ട്രെയിൻ ബ്രേക്ക് ചെയ്യും. റേഡിയോ ടെക്നോളജി GPS വഴിയാണ് കവചിന്റെ ഓട്ടോ ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്. 2011 ഈ സംവിധാനം കണ്ടെത്തിയെങ്കിലും അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ ഇത് വേണ്ടവിധം ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് കവച് ദേശവ്യാപകമായി ഉപയോഗിക്കാനുള്ള നടപടികളുണ്ടായത്. നരേന്ദ്രമോദി സർക്കാർ കവച് നിർമ്മിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും 3 കമ്പനികൾക്ക് അനുമതി നൽകി. കവചിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കാൻ കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരിട്ട് പരീക്ഷണോട്ടത്തിൽ പങ്കെടുത്തിരുന്നു. റെയിൽവേ ബോർഡ് ചെയർമാനും പരീക്ഷണോട്ടത്തിൽ നേരിട്ട് പങ്കാളികളായി. പരീക്ഷണത്തിന്റെ ഭാഗമായി അപകടമുണ്ടാകാവുന്ന സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നു. 2 ട്രെയിനുകൾ ഒരേ ട്രാക്കിലൂടെ വിപരീത ദിശയിൽ നേർക്കുനേർ ഓടിച്ചു. ഇത് തിരിച്ചറിഞ്ഞ കവച് സംവിധാനം നിശ്ചിത അകലത്തിൽ വെച്ച് ട്രെയിനുകൾ ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ചെയ്ത് നിർത്തി. ലോക്കോ പൈലറ്റുമാർ ബ്രേക്ക് ചെയ്യാതിരുന്നിട്ടും 400 മീറ്റർ അകലെ വെച്ചാണ് ട്രെയിനുകൾ നിർത്തിയത്. നിലവിൽ കവചിന്റെ 3.2 വേർഷനാണ് നടപ്പാക്കിയിരിക്കുന്നത്. കൂടുതൽ അപകട സാഹചര്യങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന കവചിന്റെ 4ാം പതിപ്പ് ഉടൻ സജ്ജമാകും. തിരക്കേറിയ ഡൽഹി മുംബൈ, ഡൽഹി ഹൗറ പാതകളിൽ നിലവിൽ കവചുണ്ട്. അതേസമയം അടുത്ത കാലത്ത് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ പാതയിൽ കവച് നടപ്പാക്കിയിട്ടില്ലെന്നതും യാഥാർത്ഥ്യമാണ്. എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ കവച് നടപ്പാക്കുന്നതോടെ നമ്മുടെ കേരളവും സുരക്ഷിത റെയിൽ യാത്രകളുടെ കേന്ദ്രമായി മാറുകയാണ്.